നമ്മളെ രണ്ടാമത്തെ ദിവസമാട്ടോ പണി എടുക്കണേ. അപ്പോൾ മുലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 8 അടിയിലാട്ടോ നമ്മൾ ഈ ചുമര് ഒട്ടിക്കാൻ പോണേ. നമ്മളെ രണ്ടാമത്തെ ബാത്റൂം നോക്കാം. അതും ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറിൻ്റെ പരിപാടിയാട്ടോ. ഈ ബാത്റൂമിൻ്റെ ചുമൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ജലക്കൈൻ്റെ ഈ സൈഡ് പീസും വെക്കാണ്ട്, പിന്നെ ഇവിടെ ഒരു പീസ് വെക്കാണ്ട്, പിന്നെ ഈ ഭാഗത്തുള്ള മറ്റേ ഡോറിൻ്റെ സൈഡിലുള്ള പീസും വെക്കാണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ പരിപാടി കഴിയട്ടോ ചുമരിൻ്റെ. പിന്നെ അതാ നിലത്തിൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ് കുമ്മായൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുമ്മായം കൂട്ടി ചെയ്യാൻ പോവുകയാണ്. പിന്നെ സൈഡ് വർക്ക് ഇങ്ങനെ സൈഡ് കൂടി ഇങ്ങനെ നടന്നോളൂ കേട്ടോ. നിലമൊക്കെ ക്ലീനാക്കി ആ നിലത്തിൻ്റെ പരിപാടി തുടങ്ങാൻ പോകാം കേട്ടോ. രണ്ടാമത്തെ ബാത്റൂം ആ നിലമൊക്കെ ക്ലീനാക്കി തുടങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ കുമ്മായിട്ട് തള്ളി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ബാത്റൂം ഇതാ തള്ളിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. കളറുള്ള ടൈലാട്ടോ ബാത്റൂമിലേക്ക് ഒട്ടിക്കണേ. അപ്പോൾ 2 ബാത്റൂമിലേക്കും ഈ ടൈലാട്ടോ 2x2 ടൈലാണ്. ടൈലൊക്കെ വെച്ച് മട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 പീസും പിന്നെ ഈ വേസ്റ്റ് വെള്ളം പോലുള്ള ആടിയും കൂടി സെറ്റാക്കാൻ കേട്ടോ. മൊത്തം ബാത്റൂമും അങ്ങനെ തന്നെ മട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പൈപ്പിൻ്റെ കോത്തുണ്ട്. പിന്നെ ഗ്രീൻ സ്ക്വയറിൻ്റെ അവിടെയും ചെറിയൊരു കട്ടിങ് ഉണ്ട്. നിലത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഡോറിൻ്റെ സൈഡ് കയറ്റി കൊണ്ട് കേട്ടോ. ഈ നിലത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അതും സൈഡ് കയറ്റി കൊണ്ട് കേട്ടോ. ദിവസം കൊണ്ടാട്ടോ 6 ആളെ പണിയാട്ടോ 2 ബാത്റൂം കൂടി വരുന്ന പറഞ്ഞാൽ അപ്പോക്സി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വരുന്ന 2 ബാത്റൂമിലും അപ്പോക്സി വരണം. പിന്നെ ബാക്കിലൊരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂം ഈ ലാസ്റ്റ് നിലമൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ലാസ്റ്റിലേക്ക് ചെയ്യുള്ളൂ കേട്ടോ അവിടെ.